അപ്പോൾ 20 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ കൊടുക്കുമ്പോൾ ഏകദേശം 11,30,000 മേലിൽ വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു വന്നിരിക്കുന്ന ഒരു ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ നമ്പറിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 85,000 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ക്വാളിഫയിങ് സ്റ്റുഡൻസിൻ്റെ നമ്പറിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷം അഡ്മിഷൻ കിട്ടാനായിട്ട് പോകുന്നുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സാർ, നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തേക്കാണ്. അതെ. അപ്പോൾ നീറ്റിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് കട്ട് ഓഫ് വന്നിരിക്കുന്നത് 143 ആയിരുന്നു. അതെ. OBCയിലാണെങ്കിൽ 113, 113. ഈ ഇയറിൽ 2026 റിസൾട്ട് വരുമ്പോൾ കട്ട് ഓഫ് OBCയിലാണെങ്കിൽ 177, ജനറൽ കാറ്റഗറിയിൽ 223. അതെ. സോ ഇപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ 60 to 70 ആണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വന്നത് ലാസ്റ്റ് ഇയറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ? ഇതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റിൻ്റെ കട്ട് ഓഫ് കൂടി എന്നതുകൊണ്ട് ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും മേജറായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. 2025 ടോട്ടലായിട്ട് ഏകദേശം 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ്, 22 ലക്ഷത്തിന് മേലിലുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ സമയത്ത് ടോട്ടൽ ക്വാളിഫയിങ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 12 ലക്ഷത്തിന് മേലിലായിരുന്നു. ഈ വർഷം രണ്ടാമത് നീറ്റ് നടത്തുന്ന സമയത്ത് ടോട്ടലായിട്ട് എക്സാമിനേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 20 ലക്ഷം വിദ്യാർത്ഥികളെ പരീക്ഷ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 20 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ കൊടുക്കുമ്പോൾ ഏകദേശം 11,30,000 മേലിൽ വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ വന്നിരിക്കുന്ന ഒരു ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ നമ്പറിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 85,000 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ക്വാളിഫയിങ് സ്റ്റുഡൻസിൻ്റെ നമ്പറിൽ വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്ക് അവർ ക്വാളിഫൈഡ് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ ഒരു ഗവൺമെൻറ് തല എക്സാം തന്നെ നോക്കിക്കൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റിയെന്ന ഒരു അവസരം കിട്ടി. കാര്യം നമ്മൾ നോർമലി എന്ത് ചെയ്തു, നീറ്റിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഇപ്പോൾ ഒഫീഷ്യൽ ആൻസർ കീയോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല. കാര്യം എക്സാമിനേഷൻ കഴിഞ്ഞ് വളരെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നൊരു പ്രശ്നം വരികയും അതിന് ശേഷം എന്ത് ചെയ്തു, എക്സാമിനേഷൻ ക്യാൻസലൊക്കെ ചെയ്തു. പക്ഷേ നോർമലി ഒരു എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ കോച്ചിങ് സെൻറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള അവരുടേതായ ആൻസർ കീസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവർക്ക് എത്ര മാർക്ക് വരെ കിട്ടും എന്നുള്ളൊരു കാര്യമൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, ഇവർക്ക് അറിയാനായിട്ട് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ പ്രിപ്പയർ ആവാൻ പറ്റി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയസ് ആയിട്ട് നീറ്റിനെ കാണുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് എങ്ങനെ ക്വാളിഫൈഡ് ആകാമെന്ന് ഇവിടെ റീതിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടി. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു OBCയിൽ ഈ 177 ജനറൽ കാറ്റഗറിയിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു 217 എന്നൊക്കെ പറയുന്ന സ്കോറിൽ നിൽക്കുന്ന ആ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ 213 എന്ന് പറയുന്ന സ്കോറിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ബയോളജിക്കകത്താണ്. കാര്യം പിന്നെ നമ്മളൊരു 300-ന് താഴോട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ടോട്ടൽ മാർക്ക് നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ സ്റ്റുഡൻസും 80% സ്കോർ ചെയ്തേക്കുന്ന ബയോളജിയാണ്. കാര്യം ബയോളജി കുറച്ചുകൂടെ ഈസി ആയിരുന്നു, കമ്പയറിംഗ് വിത്ത് ഫിസിക്സും കെമിസ്ട്രിയും നോക്കുമ്പോൾ ബയോളജി കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം എഴുതി നല്ലൊരു സ്കോറിലോട്ട് എത്തി എന്നതാണുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവിടെ എന്ത് ചെയ്തിട്ടില്ല, ക്വാളിഫയിങ് സ്റ്റുഡൻസിൻ്റെ നമ്പറിൽ ഒരു തരത്തിലുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് ഒന്നിനെയും ബാധിക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സർ, ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുന്ന സമയത്ത് നീറ്റിൻ്റെ സ്കോറ് നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ സ്റ്റുഡൻസിൻ്റെ നീറ്റിൻ്റെ സ്കോറ് വെച്ചിട്ട് ഏതൊക്കെ സ്കോർ വരുന്ന സ്റ്റുഡൻസിനായിരിക്കും MBBS അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത്? ഇതിനകത്ത് സ്കോർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാക്ടർ അല്ലല്ലോ. നമ്മൾ കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ആസ് എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു സ്റ്റുഡൻറ്റിന് കിട്ടിയിരിക്കുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ 500 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം വന്നിരുന്ന സ്കോർ. അപ്പോൾ ഈ ഒരു 500 സ്കോറുള്ള വിദ്യാർത്ഥി ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, SMCSE മെഡിക്കൽ കോളേജ് കാരക്കുണത്ത് പഠിക്കുന്നുണ്ട്. ആളുടെ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നത് 50,000 ആണ് ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ ഓൾറെഡി ഞാനുമായി അഡ്മിഷന് വേണ്ടി കൺസൾട്ട് ചെയ്തിരുന്ന ഒരു സ്റ്റുഡൻറ്റിന് 610 ആണ് ആളുടെ റാങ്ക് ഉള്ളത്. ആളുടെ മാർക്കുള്ളത് 610 ആണ്. ആളുടെ ഓൾ ഇന്ത്യ കോട്ട റാങ്ക് നിൽക്കുന്നത് 42,000 ആണ്. അതായത് 110 മാർക്ക് അഡീഷണലി മേടിച്ചിട്ടും ആളുടെ റാങ്കിൽ 8,000 റാങ്കിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഇത് കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ 610 മാർക്കുള്ള ഒരാളുടെ റാങ്ക് ചിലപ്പോൾ ഇതൊരു 35,000 അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കൂടുതൽ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് റാങ്കിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പം
മേ ബി ഈ വർഷം 500 മാർക്ക് മേടിച്ചിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ റാങ്ക് ഉണ്ടാവുന്നത് മേ ബി 85,000-90,000 ആയിരിക്കും റാങ്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ബേസിൽ തന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നോക്കുന്ന സമയത്ത്, കേരളത്തിൽ നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ വേറെ പുതിയ മെഡിക്കൽ കോളേജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രൈവറ്റ് സെക്ടറിൽ സീറ്റ് ഇൻക്രീസ് 1-2 കോളേജുകളിലാണ്. ഏകദേശം ഒരു 150 സീറ്റിൻ്റെ ഇൻക്രീസാണ് എൻറ്റയർ കേരളക്കകത്ത് പ്രൈവറ്റ് സെക്ടറിലുള്ളത്. നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ നോക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ഉള്ള കണക്കുകൾ പ്രകാരം ഏകദേശം എന്തുണ്ട്, ഗവൺമെൻറ് സെക്ടറിൽ ഏകദേശം ഒരു 2000-ഓളം സീറ്റും പ്രൈവറ്റ് സെക്ടറെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അറൗണ്ട് ഒരു 5,000 സീറ്റ്സിൻ്റെയൊക്കെ ഇൻക്രീസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സോ എനിഹൗ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ ആസ് എൻ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്റിൽ ഒരു സ്റ്റുഡൻറ്റ് കയറിയിരിക്കുന്നത്, ഞാനൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറയുകയാണ്. കേരളത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമ്മുടെ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഇപ്പോൾ ഒരു 15,000 ആണെന്ന് കൂട്ടുക. ഈ വർഷം മേ ബി ഒരു 500 റാങ്കിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവാൻ. സോ എനിഹോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് അനാലിസിസ് വീഡിയോസ് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി സെൽഫ് ഫിനാൻസിൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഇപ്പം സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ കയറിയിരിക്കുന്ന ഒരു കേരളത്തിലെ സ്റ്റുഡൻറ്റിൻ്റെ റാങ്ക് ഇപ്പോൾ ഒരു 12,000 ആണ് അവരുടെ കേരള റാങ്കെങ്കിൽ മേ ബി ആളുടെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു 1,30,000. അപ്പം ആ ഒരു റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, കൗൺസിലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പോകുന്നത്. റാങ്ക് ആണ് ഫാക്ടർ, മാർക്ക് ഫാക്ടർ അല്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമുക്കെന്താണ് കഴിഞ്ഞ വർഷത്തെ കൗൺസിലിംഗ് ആയി നോക്കുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ ടഫായിട്ടായിരിക്കും കൗൺസിലിംഗ് പോകാനായിട്ട് ചാൻസ് ഉള്ളത്. കാര്യം വേറൊന്നുമല്ല, ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ് ഇപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. നമ്മൾ 2026 നീറ്റിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ എക്സാം വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് അല്ലാത്ത ആൾക്കാരൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് BSc നഴ്സിങ്ങിന്, BPT ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾക്ക് പോകണമെന്ന് ആഗ്രഹിച്ച വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു, സീരിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ വളരെ സീരിയസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്ന റാങ്കിനേക്കാൾ ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും ഇത്തവണ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. പിന്നെ വിദ്യാർത്ഥികൾക്കുള്ളിൽ നല്ലൊരു ടെൻഷനുണ്ട്. കാര്യം ഈ കട്ട് ഓഫ് ഉയരുന്നുണ്ട്, അപ്പോൾ അടുത്ത വർഷം ഇനി കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ മേ ബി ഇപ്പോൾ കഴിഞ്ഞ വർഷം സിംപിളി ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷം ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് സെൽഫ് ഫിനാൻസിനും ഗവൺമെൻറ്റിൻ്റെ ഇടയിൽ ഒരു 500 റാങ്കിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് ഒരു വിദ്യാർത്ഥിക്ക് പോയിട്ടുള്ളതെങ്കിൽ മേ ബി ആ കുട്ടി കഴിഞ്ഞ വർഷം റിപ്പീറ്റിന് പോയി ഈ വർഷം എടുക്കാമെന്നുള്ളൊരു സാഹചര്യത്തിലുണ്ടാവാം. പക്ഷേ ഇനി അത് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യമില്ല. കാര്യം കുട്ടികളുടെ ഓട്ടോമാറ്റിക്കലി ടെൻഷൻ കൂടുകയാണ്, കട്ട് ഓഫ് മാർക്ക് ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ 100% ഇത്തവണ അഡ്മിഷൻ എടുക്കും. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു വേരിയേഷൻ അല്ലേ മാർക്കിന്റെ വേരിയേഷൻ വന്നതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾ 100% ഈ വർഷം അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വർഷം അഡ്മിഷൻ കിട്ടാനായിട്ട് പോകുന്നുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സാർ, ഇനി നമ്മുടെ കൗൺസിലിംഗ് ഒക്കെ എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആവുന്നതും അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയായിരിക്കും? കൗൺസിലിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മിനിമം ഒരു 10 days കൂടെ എങ്കിലും എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 2 ഫേസിലായിട്ടാണ് നമുക്ക് എന്തായാലും കൗൺസിലിംഗ് പോകാൻ പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലുള്ളതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിംഗ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയും ദെൻ അതത് സ്റ്റേറ്റുകളുടെ കൗൺസിലിംഗ് അതത് സ്റ്റേറ്റുകളുമായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, കോർഡിനേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് അലോട്ട്മെൻറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത് MCCയുടെ സൈഡിൽ നിന്നാണ്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഗവൺമെൻറ് കോളേജുകളിലെ 15% സീറ്റ്, അത് കൂടാണ്ട് പിന്നെ വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെയൊക്കെ കൗൺസിലിംഗ് നടക്കാൻ പോകുന്നത് MCCയുടെ അണ്ടറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, മെറിറ്റ് അടിസ്ഥാനത്തിൽ ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിലോട്ട് പോകാം. ഇനി സ്റ്റേറ്റിൽ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അതത് സ്റ്റേറ്റുകളുടെ അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾ, അത് കൂടാണ്ട് സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. കേരളത്തിൽ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒന്നും തന്നെ അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ തമിഴ്നാട് പോകുകയാണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനിവാസൻ യൂണിവേഴ്സിറ്റി, അവർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇത്തരത്തിൽ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളും അത് കൂടാണ്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെയും കൗൺസിലിംഗ് നടക്കുന്നത് അതത് സ്റ്റേറ്റിൻ്റെ അണ്ടറിലായിരിക്കും. പക്ഷേ ഇതിനെല്ലാത്തിനും തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്മിഷന് പോവേണ്ടതായിട്ട് വരും. ഇപ്പോൾ കൗൺസിലിംഗ് ഇനി എന്തായിരുന്നാലും സാർ പറഞ്ഞു 10 days കൂടെ ആവും. അപ്പം എന്തായിരുന്നാലും ലാസ്റ്റ് ഇയറിനേക്കാളും കൗൺസിലിംഗ് നല്ല ഡിലേ ആയിരിക്കും സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാനായിരുന്നാലും. ആ ഒരു പ്രോസസ്സിങ് വീണ്ടും എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എന്തായാലും ബിക്കോസ് എന്തായാലും ഇപ്പോൾ നമുക്ക് നോർമലി കഴിഞ്ഞ വർഷം ജൂണിലാണ് റിസൾട്ട് വന്നേക്കുന്നത്, അപ്പോൾ ജൂലൈയിലാണ് റിസൾട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ നവംബർ അവസാനത്തോടു കൂടെയൊക്കെ കൗൺസിലിംഗ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വർഷം എന്തായാലും ഒരു ഡിസംബർ വരെയൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ എന്നതുകൊണ്ട് സ്റ്റുഡൻറ്റ് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല.
പിന്നെ ഇതിനകത്ത് എനിക്ക് പറയേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിഹൗ ഇത്തവണ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികളും 100% എന്ത് ചെയ്യും, അഡ്മിഷൻ എടുക്കുമെന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നീറ്റ് കൗൺസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനോട് സാറിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നീറ്റിൻ്റെ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തും ഞാൻ കുട്ടികളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടൊരു 45 ദിവസം അഡീഷണൽ കിട്ടി എന്നൊരു കൺസെപ്റ്റിൽ മാത്രമേ ഇതിനെ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, പല വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം അത് അവരുടെ റിസൾട്ടിൽ കാണാനുണ്ട്. കാര്യം സെക്കൻഡ് കട്ട് ഓഫ് വളരെ നല്ല രീതിയിൽ വിദ്യാർത്ഥികളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഡേ ബൈ ഡേ കൂടാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് ഇത്രയും വലിയൊരു കട്ട് ഓഫ് ചേഞ്ച് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ഡേ ബൈ ഡേ കൂടുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അൺവാണ്ടഡ് ആയിട്ട് ഇയർ ലൂസ് ചെയ്യാണ്ട് ഇപ്പോൾ കിട്ടുന്ന ചോയ്സ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. പിന്നെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ MCCയുടെ സൈഡിൽ നിന്നാലും അതത് സ്റ്റേറ്റുകളുടെ സൈഡിൽ നിന്നൊക്കെ വരുന്ന നോട്ടിഫിക്കേഷൻസ് വളരെ പ്രോപ്പറായിട്ട് തന്നെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, കൃത്യമായി ഓപ്ഷൻസൊക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ ചാൻസസ് ഒരിക്കലും തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സാർ, അപ്പോൾ നമുക്ക് വളരെ ഒരു ഇൻഫർമേഷനാണ് തന്നത് ഈ വർഷത്തെ കട്ട് ഓഫിനെ കുറിച്ചിട്ടൊക്കെ. സോ ഈ വർഷം നീറ്റ് 2026 എഴുതിയ സ്റ്റുഡൻസിന് എൻ്റെ വിധ എല്ലാ ആശംസകളും നൽകുന്നു. നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.